ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാറ് വിറ്റഴിക്കുന്ന ഒരു കമ്പനിയാണ് മാരുതി സുസുക്കി. ആ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ കേട്ടൺ മാരുതി തിരികെ വിളിക്കുകയാണ് കേട്ടോ. അതിന് കാരണം എന്താണെന്നറിയോ? ഒരു 3.5 മിനിറ്റ് താഴെയുള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഫുള്ളായി ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യണേ. വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മാരുതി ഈ ഒരു ഓൾട്ടോ 800 തിരികെ വിളിക്കാൻ കാരണം എന്താണെന്നറിയോ? ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് അസംബ്ലിയിൽ ഒരു തകരാറ് വരാൻ സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടിട്ടാണ് ഈ ഒരു വാഹനത്തിനെ മാരുതി തിരികെ വിളിക്കുന്നത്. ഈ ഒരു പാർട്സ് മാറ്റുന്നത് വരെ വാഹനം ഓടിക്കരുതെന്ന് വാഹന ഉടമകളോട് ഡീലർമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ 2555 കേട്ടണ് മാത്രം കേട്ടോ ഈ ഒരു കംപ്ലൈൻ്റ് ഉള്ളൂ. ആ കംപ്ലൈൻ്റ് ഉള്ള വാഹനം നമ്മളെങ്ങനെ തിരിച്ചറിയും എന്നതാണ്. 2024 ജൂൺ 4 മുതൽ ജൂലൈ 31 വരെ നിർമ്മിച്ച വാഹനങ്ങൾക്കാണ് ഈ ഒരു കംപ്ലൈൻ്റ് ഉള്ളത്. നമ്മളുടെ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡുള്ള ഡോറൊന്ന് തുറക്കട്ടോ. ഫസ്റ്റ് ഡോറ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ, ആ ഡോറിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഒരു ഇഞ്ചൻ നമ്പർ, ചേസിസ് നമ്പർ എന്നുള്ളൊരു ടാഗ് നമുക്ക് കാണാം. ഇതിൽ 17 അക്ക നമ്പർ വരുന്നുണ്ട്. MA3 എന്ന് തുടങ്ങുന്ന ഒരു അക്കമാണ്, നമ്പറാണത്. ആ നമ്പർ 17 നമ്പർ ഉണ്ട് കേട്ടോ. ആ നമ്പർ നമ്മളൊന്ന് കുറിച്ച് വെക്കാം ഫസ്റ്റ്. അതിനുശേഷം നമ്മുടെ ഫോൺ എടുത്ത ശേഷം മാരുതിയുടെ സൈറ്റ് നമ്മൾക്കൊന്ന് എടുക്കാം. മാരുതി സുസുക്കി എന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാരുതിയുടെ സൈറ്റ് ഓപ്പൺ ആവും. അങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാരുതിയുടെ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ട് മേലെ കാണുന്നുണ്ട് ഒരു 3 മാർക്കായിട്ടൊന്ന് കാണുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടുത്ത പേജ് വരും. അടുത്ത പേജ് വന്നിട്ട് അതിൻ്റെ ഏറ്റവും താഴെ വശത്ത് കാണുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് കസ്റ്റമർ ഇൻഫർമേഷൻ എന്ന് പറയുന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പേജിലേക്ക് വന്നു. അതിൽ എൻ്റർ ചേസസ് നമ്പർ എന്ന് പറയുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു 17 നമ്പർ നമ്മൾ എഴുതിയെടുത്തിട്ടുണ്ട്. ആ എഴുതിയെടുത്തത് നമുക്കിതിൽ തെറ്റുകൂടാതെ ഇതിലൊന്ന് അടിക്കാം കേട്ടോ. നമ്മുടെ വാഹനം കംപ്ലൈൻ്റ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ആരുടെ സഹായവും നമുക്ക് തേടേണ്ട ആവശ്യമില്ല. മാരുതി അത്ര ക്ലിയർ ആയിട്ടാണ് ഈ ഒരു മാരുതിയുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ 2555 വെഹിക്കിളും സെയിലായിട്ടില്ല കേട്ടോ. ഏകദേശം സെയിലായിരിക്കുന്നത് 1635 വെഹിക്കിൾ മാത്രമേ സെയിലായിട്ടുള്ളൂ. ബാക്കിയുള്ള വാഹനം ഡീലറിൻ്റെ കൈവശമുണ്ട് കേട്ടോ. ഇന്ത്യയിലുള്ള ഡീലർമാരുടെ കയ്യിലാണ് ബാക്കിയുള്ളത്. പതിനേഴ് ഡിജിറ്റൽ അക്ക നമ്മളിതിൽ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ചെക്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലേക്ക് കൊടുക്കാം. ആ കൊടുത്ത ശേഷം പറയുന്നത് യുവർ വെഹിക്കിൾ ഡിസ് നോട്ട് നീഡ് അറ്റൻഷൻ അണ്ടർ എനി കംപ്ലൈൻറ്റ്, താങ്ക് യു. അതായത് ഈ വാഹനത്തിന് ആ ഒരു കംപ്ലൈൻറ്റ് ഇല്ല കേട്ടോ. ഇതേപോലെ നിങ്ങളുടെ വാഹനത്തിന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായി ഇനിയും നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.